ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 അതിൻ്റെ ആ ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ്. അതിൽ നമുക്ക് നോക്കാനുള്ളതാണ് സെയിൽസ് ആൻഡ് അതർ സിമിലർ ട്രാൻസാക്ഷൻ. വിൽപ്പനയും അതുപോലെ തന്നെ അതിനോട് സമാനമായിട്ടുള്ള ചില ഇടപാടുകളും. കോൺട്രാക്റ്റ് ഓഫ് സെയിലിന് തുല്യമായിട്ടുള്ള അതുപോലെ അല്ലെങ്കിൽ അതിന് സാമ്യമായിട്ടുള്ള ഒരുപാട് ഇടപാടുകളുണ്ട്. അതാണ് പറയുന്നത്. ദർ ആർ സം അതർ ട്രാൻസാക്ഷൻ വിച്ച് ആർ വെരി ക്ലോസ് ടു എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? കോൺട്രാക്റ്റ് ഓഫ് സെയിലിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് അടുത്തു നിൽക്കുന്നതായ ഒരുപാട് ഇടപാടുകൾ ഉണ്ട്. ബട്ട് ആർ ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ്. പക്ഷേ അതെന്താണ്? സെയിൽ ഓഫ് ഗുഡ്സിൽ നിന്നും ചില വ്യത്യാസങ്ങൾ അതിനുണ്ട്. കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ സാധനങ്ങളെ വിൽക്കുന്നു. ആ വിൽപ്പന സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ ആ തത്വത്തിന് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഓഫ് സെയിലിന് സിമിലർ ആണെങ്കിലും അതിലൊരുപാട് വ്യത്യാസങ്ങളും ഉണ്ട്. ദെർഫോർ ഇറ്റ് ഈസ് നെസസറി ടു എക്സാമിൻ ദ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഫീച്ചേഴ്സ് ഓഫ് സച്ച് ട്രാൻസാക്ഷൻ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ സെയിൽ, അത് വിൽപ്പനയും അതുപോലെ തന്നെ വിൽപ്പനയ്ക്ക് സമാനമായിട്ടുള്ള ഇടപാടുകളുമുണ്ട്. അതിന് രണ്ടിനെയും നമ്മൾ വേർതിരിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ പറയുന്നു ഒന്നാമത്തത് സെയിൽസ് ആൻഡ് ഹയർ പർച്ചേസ്. സെയിൽസും ഹയർ പർച്ചേസും തമ്മിൽ ഒരുപാട് സമാനതകളുമുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുമുണ്ട്. അത് നമ്മൾ പഠിക്കാനുണ്ട്. അതുപോലെ സെയിൽസ് ആൻഡ് ബെയിൽമെൻറ്റ്, അല്ലേ? ബെയിൽമെൻറ്റും നമ്മൾ നേരത്തെ പഠിച്ചു, ബെയിൽമെൻറ്റ് അല്ലേ? സെയിൽസും ബെയിൽമെൻറ്റും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്, അത് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ സെയിൽസ് ആൻഡ് മോർട്ട്ഗേജ്, ഇത് തമ്മിലുള്ള മോർട്ട്ഗേജും തമ്മിലുള്ള വ്യത്യാസം രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? സെയിൽസിന് സമാനമായിട്ടുള്ള, സെയിൽസിനോട് സാമ്യമുള്ള, വിൽപ്പനയോട് സാമ്യമുള്ള, വിൽപ്പന കരാറിനോട് സാമ്യമുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ്, ഒരുപാട് ഇടപാടുകളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് ഹയർ പർച്ചേസ്. സെയിൽസും ഹയർ പർച്ചേസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അതിന് മുന്നേ നമ്മൾ ഹയർ പർച്ചേസ് എന്നാൽ എന്താണ് എന്നറിയണം. എ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഈസ് എ കോൺട്രാക്റ്റ്. എ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്, ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഉടമ്പടി എന്നറിയപ്പെടുന്നത് ഈസ് എ കോൺട്രാക്റ്റ്, അതൊരു കരാറാകുന്നു. വേർ ദ ബയർ അക്വയർസ് ദ പൊസഷൻ ഓഫ് ഗുഡ്സ്. അവിടെ എന്ത് ചെയ്യുന്നു? ബയർ എന്ത് ചെയ്യുന്നുണ്ട്? അക്വയർ ചെയ്യുന്നുണ്ട്, നേടിയെടുക്കുന്നുണ്ട്. ദ പൊസഷൻ ഓഫ് ഗുഡ്സ് ഇമീഡിയറ്റ്ലി, ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു വസ്തുവിൻ്റെ പൊസഷൻ, കൈവശം എന്ത് ചെയ്യുന്നു? ഒരാൾ നേടിയെടുക്കുന്നു. ആൻഡ് അഗ്രീസ് ടു പേ ദ ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ബയർ നേടിയെടുത്തതായ ആ വസ്തുവിൻ്റെ പണം, മുഴുവൻ പണവും എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, തവണകളായിട്ട് കൊടുത്തു തീർക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. അതാണ് ഹയർ പർച്ചേസ്. കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഹയർ പർച്ചേസ് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. എന്താണ് ഹയർ പർച്ചേസ്? എങ്ങനെയാണ്? തവണ വ്യവസ്ഥയിൽ ഒരു സാധനത്തെ വാങ്ങുന്നതാണ് ഈ പറയുന്ന ഹയർ പർച്ചേസ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ബയർ, വാങ്ങുന്ന വ്യക്തി എന്ത് ചെയ്യും? വാങ്ങുന്ന വ്യക്തിയുടെ കൈവശം ആ വസ്തു ഉണ്ടാവും അല്ലേ? വാങ്ങുന്ന വ്യക്തിയുടെ കൈവശം ആ വസ്തു ഉണ്ടാവും. അയാൾ മുഴുവൻ പണം ആ വസ്തുവിൻ്റെ കൊടുത്തിട്ടുണ്ടാവുമോ? ഇല്ല. അയാൾ എന്ത് ചെയ്യും? ആ വസ്തുവിൻ്റെ പണം എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുക അല്ലേ? ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനെയും നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഹയർ ചാർജ് എന്നുള്ളതാണ് അല്ലേ? അവസാന ഇൻസ്റ്റാൾമെൻറ്റ് എന്നാണോ കൊടുത്തു തീരുന്നത് അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ വസ്തുവിൻ്റെ ഓണർഷിപ്പ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ? ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. വെൻ ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് പൊസസ് ഫ്രം ദി സെല്ലർ ടു ദി ബയർ. ഏതുവരെ? അൺടിൽ ദ പേയ്മെൻറ്റ് ഓഫ് ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അൺടിൽ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, അവസാനത്തെ തവണ, അവസാനത്തെ അടവ് കൂടി അടച്ചു തീരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വെൻ ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് പാസസ് ഫ്രം ദി സെല്ലർ ടു ദി ബയർ. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സെല്ലറിൽ നിന്നും ബയറിലേക്ക് ആ വസ്തുവിൻ്റെ ഓണർഷിപ്പ് കൈമാറുകയുള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി എന്ത് ചെയ്യുക? ബയർ എന്തെങ്കിലും കാരണവശാൽ അടവിൽ വീഴ്ച വരുത്തിയാൽ, തവണ അടക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ സെല്ലർക്ക് എന്തിനുള്ള അവകാശമുണ്ട്? ഹി ഹാസ് ദ റൈറ്റ് ടു റീപോസസ് ദ ഗുഡ്സ് ഫ്രം ദി ബയർ. അയാൾക്ക് എന്തിനുള്ള അവകാശമുണ്ട്? ബയറിൽ നിന്നും ആ വസ്തുവിനെ തിരിച്ചു മേടിക്കുവാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ പിടികിട്ടി കാണുമല്ലോ. തവണ വ്യവസ്ഥയിൽ ഹയർ പർച്ചേസ് എന്ന് വെച്ചാൽ എന്താണ്?
തവണ വ്യവസ്ഥയിൽ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിൽ ഒരു വസ്തുവിനെ വാങ്ങുന്നതാണ് ഏത്? ഈ പറയുന്ന ഹയർ പർച്ചേസ്. സെയിൽ എന്ന് വെച്ചാൽ എങ്ങനെയാണോ? അല്ല, ഒറ്റയടിക്ക് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങല്ലേ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സെയിൽസും ഹയർ പർച്ചേസും തമ്മിലുള്ള വ്യത്യാസങ്ങളെന്ന്. ഒന്നാമത്തെ അടിസ്ഥാനം, എന്തടിസ്ഥാനത്തിലാണ് വ്യത്യാസപ്പെടുത്തിയെന്നല്ലേ നോക്കുന്നത്. ഒന്നാമത്തെ അടിസ്ഥാനമാണ് ഫോം, രൂപം. എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ രൂപീകരിക്കുന്നത്, കോൺട്രാക്റ്റ് ഓഫ് ഹയർ പർച്ചേസ് രൂപീകരിക്കുന്നത്, രണ്ടും എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഫോംഡ് ഓറലി ഓർ ഇൻ റൈറ്റിംഗ്. കോൺട്രാക്റ്റ് ഓഫ് സെയിൽസ്, വിൽപ്പന കരാർ ഉണ്ടാവുന്നത് ഒന്നുകിൽ വാക്കാലെയോ അല്ലെങ്കിൽ ലിഖിത രൂപത്തിലോ എഴുത്ത് രൂപത്തിലോ എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, കോൺട്രാക്റ്റ് ഓഫ് സെയിൽ വാക്കാലെയും ആകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എഴുത്ത് രൂപത്തിലുമാവാം. ബയറും സെല്ലറും തമ്മിൽ, വാങ്ങുന്ന ആളും വിൽപ്പനക്കാരനും തമ്മിൽ അല്ലേ, എന്ത് ചെയ്യാം, അവിടെ ഓറലായിട്ടോ റിട്ടൺ ആയിട്ടോ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ഇൻ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എ കോൺട്രാക്ട് ക്യാൻ ബി ഓറലി ഓർ ഇൻ റിട്ടൺ ബിറ്റ്വീൻ ദി ബയർ ആൻഡ് സെല്ലർ. ബയറുടെയും സെല്ലറുടെയും ഇടയിൽ എന്ത് ചെയ്യാണ്, വാക്കാലെയോ അല്ലെങ്കിൽ ഇൻ റൈറ്റിംഗ് ത്രൂ റൈറ്റിങ്ങിലൂടെയോ എന്ത് ചെയ്യാം, എഗ്രിമെൻറ്റ് വെക്കാം. ഓക്കെ, കോൺട്രാക്റ്റ് വെക്കാം. കോൺട്രാക്റ്റ് ഓഫ് സെയിൽസിൽ കോൺട്രാക്റ്റ് ഓറലായിട്ടോ റിട്ടൺ ആയിട്ടോ ചെയ്യാം. ഇൻ ഹയർ പർച്ചേസിലാണെങ്കിലോ മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. എന്താണ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്? എഴുതിയായിട്ട് തന്നെ കൊടുക്കണം. അതായത് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് എഗ്രിമെൻറ്റ്, റൈറ്റിങ്ങിലായിരിക്കണം. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് റൈറ്റിങ്ങിലായിരിക്കണം, അപ്പോൾ എഴുതിയിട്ടായിരിക്കണം. ഉടമ്പടി തയ്യാറാക്കേണ്ടത് ലിഖിത രൂപത്തിലായിരിക്കണം. അടുത്ത ഡിഫറൻഷ്യേറ്റൽ ബേസിസ് ആണ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നത്. കോൺട്രാക്റ്റ് ഓഫ് സെയിൽസിൽ പറയുന്നു ഓണർഷിപ്പ് വിൽ ട്രാൻസ്ഫർ ആസ് സൂൺ ആസ് ദ കോൺട്രാക്ട് മെയ്ഡ്. എപ്പോഴാണോ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ നടക്കുന്നത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും, സെല്ലറിൽ നിന്നും ബയറിലേക്ക് ആ വസ്തുവിൻ്റെ ഓണർഷിപ്പ് കൈമാറും. ഹയർ പർച്ചേസിലോ ഓണർഷിപ്പ് വിൽ ട്രാൻസ്ഫർ ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഹയർ പർച്ചേസ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു വസ്തുവിനെ തവണ വ്യവസ്ഥയിൽ വാങ്ങുകയാണ്. ഒരു വസ്തുവിൻ്റെ പൊസഷൻ കൈവശം വെക്കുന്നത് ബയറായിരിക്കും, പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലായിരിക്കും, അതിൻ്റെ ഉടമസ്ഥാവകാശം സെല്ലറുടെ കയ്യിലായിരിക്കും. ഏതുവരെ? അൺടിൽ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റും അടച്ചു തീർക്കുന്നത് വരെ. ബയർ അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എപ്പോഴാണോ അടച്ചു തീർക്കുന്നത് അപ്പോൾ മാത്രമേ ഓണർഷിപ്പ് സെല്ലറിൽ നിന്നും ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. ഓക്കെ, അടുത്തത് ബയേഴ്സ് സ്റ്റാറ്റസ്. ബയറുടെ സ്ഥാനം എന്താണ്? ഇൻ ദി കേസ് ഓഫ് സെയിൽ, വിൽപ്പനയുടെ കേസിൽ ബയറുടെ സ്ഥാനം എന്താണ്? ബയർ ഈസ് ദ ഓണർ ഓഫ് ദി സെയിൽസ്, അല്ല ഓണർ ഓഫ് ദി ഗുഡ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്? സെയിൽസ്, വിൽപ്പന നടന്നു കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉടമസ്ഥാവകാശം സെല്ലറിൽ നിന്നും ബയറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബയർ ഈസ് ദ ഓണർ ഓഫ് ദി ഗുഡ്സ്. ബയറാണ് വാങ്ങിയ വ്യക്തി, ഒരു വസ്തു വാങ്ങിയ വ്യക്തിയാണ് അതിൻ്റെ ഓണർ, ഉടമസ്ഥൻ. ഓക്കെ, അടുത്തത് ഹയർ പർച്ചേസിൻ്റെ കേസിൽ ബയർ ഈസ് എ ബെയിലി. ബയർ ഏത് സ്ഥാനത്താണുള്ളത്? ബെയിലിയാണ്. കാരണം പൊസഷൻ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി ബയർ. ഒരു വസ്തുവിൻ്റെ പൊസഷൻ കൈവശം വെക്കുന്നത്, അത് ഉപയോഗിക്കുന്നത് ആരാണ്? ബയറാണ്. ബട്ട് ദ ഓണർഷിപ്പ് ഈസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി സെല്ലർ. പക്ഷേ ആ വസ്തുവിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? സെല്ലറുടെ കയ്യിലാണ്, മറ്റൊരു വ്യക്തിയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഹയർ പർച്ചേസിൻ്റെ കേസിൽ ബയർ ബെയിലിയുടെ സ്ഥാനത്താണ് ഉള്ളത്. ഓക്കെ, അടുത്ത ഡിഫറൻഷ്യേറ്റ് എങ്ങനെയെന്ന് നോക്കാം. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ബൈ ദി ബയർ. ബയർക്ക് കോൺട്രാക്റ്റിനെ റദ്ദാക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ റദ്ദാക്കിയാൽ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. സെല്ലർ ക്യാൻ എയ്തർ സ്യൂ ഫോർ പ്രൈസ് ഓർ എക്സസൈസ് ദ റൈറ്റ് ഓഫ് ലീൻ ഓർ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ബയർ കോൺട്രാക്റ്റിനെ, കരാറിനെ റദ്ദാക്കുകയാണെങ്കിൽ സെല്ലർക്ക് എന്ത് ചെയ്യാം? ബയർക്കെതിരെ കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഫോർ ദി പ്രൈസ്, ആ വസ്തുവിൻ്റെ വിലക്ക്. അല്ലെങ്കിൽ ബയർക്ക് എന്തിനുള്ള അവകാശമുണ്ട്? റൈറ്റ് ഓഫ് ലീൻ. സെല്ലർക്ക് എന്തിനുള്ള അവകാശമുണ്ട്?
റൈറ്റ് ഓഫ് ലീൻ, ഒരു വസ്തുവിനെ കീപ്പ് ചെയ്യുക, തടഞ്ഞു വെക്കുക, അല്ലേ, പകരമായിട്ട് തടഞ്ഞു വെക്കുക. സെല്ലർക്ക് കിട്ടാനുള്ളത് കിട്ടുന്നത് വരെ ഒരു വസ്തുവിനെ തടഞ്ഞു വെക്കാം. അല്ലെങ്കിൽ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്, ബയറുടെ അടുത്തേക്ക് അയച്ചിട്ടുള്ള സാധനത്തെ വഴിയിൽ തടഞ്ഞു വെക്കാം, അങ്ങോട്ട് അയക്കണ്ട എന്ന് പറയാം. അതിനൊക്കെയുള്ള അവകാശമുണ്ട് സെയിൽസ്. ഹയർ പർച്ചേസിൻ്റെ കേസിലോ ദ സെല്ലർ ക്യാൻ റെമഡി ടു ഗെറ്റ് ബാക്ക് ദ ഗുഡ്സ് ആൻഡ് ഫോർഫീറ്റ് ദ ഇൻസ്റ്റാൾമെൻറ്റ് പെയ്ഡ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ കേസ് ഓഫ് എനി ഡിഫോൾട്ട് മെയ്ഡ് ബൈ ദി ബയർ ഫോർ പേയിങ് ഇൻസ്റ്റാൾമെൻറ്റ്, ബയർ ഇൻസ്റ്റാൾമെൻറ്റ് തുക, അതായത് അടവ്, അല്ലേ, ഓരോ തവണ വ്യവസ്ഥയിൽ അടക്കുന്നതാണല്ലോ. അപ്പോൾ തവണ വ്യവസ്ഥയിൽ അടക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ സെല്ലർ ക്യാൻ റെമഡി ടു ഗെറ്റ് ബാക്ക് ദ ഗുഡ്സ്, സെല്ലർക്ക് എന്ത് ചെയ്യാം? ആ വസ്തുവിനെ തിരിച്ചെടുക്കുവാനുള്ള അവകാശമുണ്ട്. ആൻഡ് ഫോർഫീറ്റ് ചെയ്യുക ഇൻസ്റ്റാൾമെൻറ്റ് പെയ്ഡ്, നേരത്തെ ബയർ അടച്ച എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും ഫോർഫീറ്റ് ചെയ്യാനുള്ള അവകാശവും ഉണ്ട്. ആൻഡ് ദി നെക്സ്റ്റ് വൺ, റൈറ്റ് ടു റീസെയിലിനുള്ള അവകാശം, റീസെയിൽ ചെയ്യുക, വീണ്ടും വിൽക്കുവാനുള്ള അവകാശം. റൈറ്റ് ടു റീസെയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻ എ സെയിൽ ദ ബയർ ഹാസ് എ റൈറ്റ് ടു റീസെയിൽ ഗുഡ്സ് ആസ് പെർ ഹിസ് ഓപ്ഷൻ. ഇല്ലേ, ഉറപ്പല്ലേ? റൈറ്റ് ടു റീസെയിൽ പറഞ്ഞാൽ വീണ്ടും വിൽപ്പന നടത്തുവാനുള്ള അവകാശം. ഇൻ ദി കേസ് ഓഫ് സെയിൽസ്, വിൽപ്പനയുടെ കേസിൽ ബയർ ഹാസ് റൈറ്റ് ടു റീസെയിൽ ദി ഗുഡ്സ്, അയാൾ വാങ്ങിയതായ വസ്തുവിനെ വീണ്ടും മറ്റൊരാൾക്ക് വിൽക്കാൻ അയാൾക്ക് സാധിക്കും. അതിനുള്ള അവകാശം ആർക്കുണ്ട്? അയാൾക്കുണ്ട്. ബയർ ഹാസ് എ റൈറ്റ് ടു റീസെയിൽ ദ ഗുഡ്സ് ഹി ബൈ, അല്ലേ, അയാൾ വാങ്ങിയതായ വസ്തുവിനെ അയാൾക്ക് വീണ്ടും വിൽക്കുവാനുള്ള അവകാശമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഹയർ പർച്ചേസിൻ്റെ കേസിലോ ബയർ ഹാസ് നോ സച്ച് റൈറ്റ് അണ്ടിൽ പേയ്സ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ബയർക്ക് എന്തിനുള്ള അവകാശമില്ല? തൻ്റെ കയ്യിലുള്ള താൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ വസ്തുവിനെ ഹയർ പർച്ചേസ് പ്രകാരമാണ് വാങ്ങിയിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് എന്തിനുള്ള അവകാശമില്ല? ആ വസ്തുവിനെ വിൽക്കുവാനുള്ള അവകാശമില്ല, റീസെല് ചെയ്യുവാനുള്ള അവകാശമില്ല, വീണ്ടും വിൽക്കുവാനുള്ള അവകാശമില്ല. ഏതുവരെ? അൺടിൽ പേയ്സ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, അവസാനത്തെ തവണ വ്യവസ്ഥ, അല്ലേ, അവസാനത്തെ അടവ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു തീർക്കുന്നത് വരെ ബയർക്ക് ഇതിനുള്ള അവകാശമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സെയിൽസും ഹയർ പർച്ചേസും തമ്മിലുള്ള വ്യത്യാസം. സെയിൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് സെയിൽ ചെയ്യാണ്, അല്ലേ, ഒരു ബയറും സെല്ലറും തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടുകൊണ്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പാക്കുന്നു. ഓണർഷിപ്പും പൊസഷനും ഉടനെ തന്നെ കൈമാറുന്നു. എന്നാൽ ഹയർ പർച്ചേസിൻ്റെ കേസിൽ അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് റിട്ടേൺ ഫോമിലുള്ള, അത് പ്രകാരം എന്ത് ചെയ്യുന്നു? അത് പ്രകാരം ഒരാൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നു? ഹയർ പർച്ചേസ് പ്രകാരം സെല്ലർ ബയർക്ക് ഒരു സാധനത്തെ വിൽക്കുന്നു. പക്ഷേ സെല്ലർക്ക് മുഴുവൻ പൈസയും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ദ ബയർ ഹാസ് ദ ഡ്യൂട്ടി ടു പേ ദ പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ഇൻ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ബയർ ആ പണം അടക്കാൻ ഉത്തരവാദിയാണ്. ഓക്കെ. അതാണ് ഹയർ പർച്ചേസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.